പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവല്ല പ്രധാനപ്പെട്ട, നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ചിലർ രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥിക്കും. ദൈവഹിതത്തിന് വിധേയപ്പെടാൻ പറഞ്ഞാൽ ഒന്നുമില്ല. മോളെ, ഇതാണ് ദൈവഹിതം. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇതാണ് ദൈവഹിതം. അതിന് വിധേയപ്പെടാൻ പറഞ്ഞാൽ പറ്റില്ല. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മുട്ടുകുത്തിയുന്ന പ്രാർത്ഥനയും പരിത്യാഗം എന്ത് കലാപരിപാടിയാണ് ചെയ്യും. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നീ ജീവിതത്തിൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് ഒരുപക്ഷെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ചോദിച്ചെന്ന് വരില്ല. പക്ഷേ എത്ര വട്ടം ദൈവഹിതത്തിന് നീ കീഴ്വഴങ്ങി എന്ന ചോദ്യത്തിനായിരിക്കും തമ്പുരാൻ പ്രതിഫലം തരാൻ പോകുന്നത്. ചില കുടുംബങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിന്റെ പ്രാർത്ഥന കാരണം മകൻ വിശ്വാസത്തിൽ നിന്ന് പോയതേ. ഭയങ്കര പ്രാർത്ഥന. അത് കഴിഞ്ഞ് വായന വരുന്ന വാക്കുണ്ടല്ലോ. ഈ മകൻ ചോദിച്ചു, മമ്മി ഇതെങ്ങനെ ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് അത് കഴിയുമ്പോൾ തന്നെ ഈ നാത്തും മറ്റേ അവളെക്കുറിച്ചും അയൽക്കാരെ കുറിച്ചും ഇതൊക്കെ നമുക്ക് ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അത് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കരുണയായിരിക്കണമേ ലോകം മുഴുവന്റെ മേലും കരുണ. ഇതെല്ലാം ഒരേ വായന വരുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടും നമ്മുടെ പ്രാർത്ഥനയും ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാതെ പോകുന്ന കാണുന്ന മക്കൾ ഇന്ന് പ്രാർത്ഥന പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്.